നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. നിബന്ധനകളിൽ ഇളവ് വരുത്തിയതോടെ UAE-യിലേക്കാണ് ഏറ്റവും കൂടുതൽ പേരും യാത്ര ചെയ്തു വരുന്നത്. എന്നാൽ വിമാന ടിക്കറ്റ് നിരക്കുകളിലേക്ക് പലരുടെയും ശ്രദ്ധ തിരിയുന്നില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം നാട്ടിലെത്താൻ കാത്തിരിക്കുന്നവരും ഗൾഫിലേക്ക് എത്താൻ കാത്തിരിക്കുന്നവരും അനവധിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ശരാശരി 7000 രൂപയിൽ താഴെ എത്തിയിരിക്കുകയാണ്. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകളിൽ വലിയ കുറവാണ് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ 7 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളെ തുടർന്നാണ് നിരക്കിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. എമിറേറ്റ്സ് എയർലൈനും ഫ്ലൈ ദുബായിയും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് 300 മുതൽ 500 വരെ ദിർഹത്തിനുള്ളിൽ ടിക്കറ്റുകൾ നൽകി വരികയാണ്. അതായത് ഏകദേശം 6000 തുടങ്ങി 10,000 രൂപ വരെ. ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 390 ദിർഹം മുതൽ ടിക്കറ്റുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഏകദേശം 7,800 രൂപയാണ്. കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് 380 ദിർഹം മുതൽ 600 വരെ ദിർഹത്തിനുള്ളിൽ ഏകദേശം 7,600 രൂപ മുതൽ 12,000 രൂപ വരെ ടിക്കറ്റുകൾ ലഭിക്കും. ദുബായിൽ നിന്ന് മുംബൈയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് എന്നത് 300 ദിർഹമാണ്, ഏകദേശം 6,000 രൂപ. അതിൽ താഴെയും എത്തിയിട്ടുണ്ട്. ഡൽഹിയിലേക്ക് 330 ദിർഹം മുതലാണ് നിരക്ക്. ചില ട്രാവൽ പോർട്ടലിൽ ദുബായ് ഇന്ത്യ റൂട്ടിലെ പ്രതിദിന ബുക്കിംഗ് 120 കുറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് 142 ബുക്കിംഗുകൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ UAE-യിലെ പുതിയ വാരാന്ത്യ അവധി മാറ്റമൊന്നും യാത്രാ നിരക്കിനെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നും ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം UAE ഇന്ത്യ യാത്രാ നിരോധനത്തിന്റെ സമയത്തായിരുന്നു നിരക്കിൽ ഇത്തരത്തിൽ കുറവ് രേഖപ്പെടുത്തിയത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള വിമാനയാത്രാ നിരക്കിലുള്ള വർധന തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനങ്ങൾക്ക് 1000 മുതൽ 1500 വരെ ദിർഹമാണ് ഈടാക്കി വരുന്നത്. അതായത് ഏകദേശം 20,000 മുതൽ 30,000 രൂപ വരെ. മുംബൈ ദുബായ് ഒറ്റ യാത്രയ്ക്ക് ചില എയർലൈനുകൾ 2,600 ദിർഹം വരെ ഈടാക്കുന്നുണ്ട്. ഏകദേശം 52,000 രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. കൊച്ചി ദുബായ് 1,300 ദിർഹം വരെ ചെലവാക്കുന്നതായിരിക്കും. തിരുവനന്തപുരം ദുബായ് ടിക്കറ്റിന് ചില വിമാനങ്ങൾ 1,500 മുതൽ 4,000 ദിർഹം വരെ ഈടാക്കി വരുന്നുണ്ട്. കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് ദുബായിലേക്ക് 1000 മുതൽ 1,400 ദിർഹത്തിനിടയ്ക്കാണ് ടിക്കറ്റ് നിരക്ക് എന്നത്. ഇത്തരത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.